തലയോലപ്പറമ്പിൽ ജനിച്ച് ലോകം ചുറ്റി സഞ്ചരിച്ച് ബേപ്പൂരിൽ സ്ഥിരതാമസമാക്കിയ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മസ്ഥലം തലയോലപ്പറമ്പാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഇന്ദ്രധനുസിന്റെ തീരത്ത് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വയലാറിന്റെ ഭാര്യയായിരുന്ന ഭാരതി തമ്പുരാട്ടി. ഇന്ദ്രധനുസിന്റെ തീരത്ത് എന്ന കൃതി രചിച്ചത് ഭാരതി തമ്പുരാട്ടിയാണ്. മഹാത്മാഗാന്ധിയെ മുഖ്യ കഥാപാത്രമാക്കി സി അഷറഫ് രചിച്ച നോവൽ? ഉത്തരം ഭാരത പ്രദർശനശാല. ഭാരത പ്രദർശനശാല എന്ന കൃതിയാണ് മഹാത്മാഗാന്ധിയെ മുഖ്യ കഥാപാത്രമാക്കി സി അഷറഫ് രചിച്ചത്. ആണവ യുദ്ധ ഭീഷണിയുടെയും ആയുധ മത്സരങ്ങളുടെയും വൈരുദ്ധ്യങ്ങൾ തുറന്നു കാട്ടുന്ന പി രാധാകൃഷ്ണന്റെ നോവൽ? ഉത്തരം സുഹൃതം. സുഹൃതം എന്ന സി രാധാകൃഷ്ണന്റെ നോവലിലെ ഇതിവൃത്തം എന്നത് ആണവ യുദ്ധ ഭീഷണിയുടെയും ആയുധ മത്സരങ്ങളുടെയും വൈരുദ്ധ്യങ്ങളാണ്. ചേ എന്ന കഥാസമാഹാരം ആരുടേതാണ്? ഉത്തരം പി സുരേന്ദ്രൻ. പി സുരേന്ദ്രൻ ആണ് ചേ എന്ന കഥാസമാഹാരം രചിച്ചത്. കാലം, മഞ്ഞ്, അസുരവിത്ത് ഇവ ഏതു പ്രശസ്ത മലയാള സാഹിത്യകാരന്റെ നോവലുകളാണ്? ഉത്തരം എം ടി വാസുദേവൻ നായർ. എം ടിയുടെ പ്രശസ്തമായ നോവലുകളാണ് കാലം, മഞ്ഞ്, അസുരവിത്ത് എന്നിവയൊക്കെ. ദശരൂപകം രചിച്ചത് ആരാണ്? ഉത്തരം ധനഞ്ജയൻ. ധനഞ്ജയൻ ആണ് ദശരൂപകം രചിച്ചത്. 2001 നൊബേൽ സമ്മാനത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ VS നായ്പാൾ എവിടെയാണ് ജനിച്ചത്? ഉത്തരം ട്രിനിഡാഡിൽ. ട്രിനിഡാഡിലാണ് 2001 നൊബേൽ സമ്മാനത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ VS നായ്പാൾ ജനിച്ചത്. കുഞ്ഞാമന, കുട്ടികളുടെ ആശാൻ ഇവ രചിച്ചത് ആരാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ പ്രശസ്തമായ കൃതികളാണ് കുഞ്ഞാമന, കുട്ടികളുടെ ആശാൻ എന്നിവ. കത്തി എന്ന കഥാസമാഹാരം ആരുടെയാണ്? ഉത്തരം പുനത്തിൽ കുഞ്ഞബ്ദുള്ള. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ് കത്തി എന്ന കഥാസമാഹാരം രചിച്ചത്. നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി, അരക്കില്ലം എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം പി വത്സല. പി വത്സലയുടെ പ്രധാന കൃതികളാണ് നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി, അരക്കില്ലം എന്നിവയൊക്കെ. 1857 കൊൽക്കത്ത സർവകലാശാല ആരംഭിച്ചപ്പോൾ ആദ്യ ബാച്ചിൽ 2 പേർക്കാണ് ഗ്രാജുവേറ്റ് ബിരുദം നൽകിയത്. അതിൽ ഒരാൾ പിൽക്കാലത്ത് നോവലിസ്റ്റ് എന്ന നിലയിൽ പ്രശസ്തനായി. ആരാണ് ആ വ്യക്തി? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. 1857 കൽക്കത്ത സർവകലാശാലയിലെ ആദ്യ ബാച്ചിൽ നിന്നും ഗ്രാജുവേറ്റ് ബിരുദം നേടിയ ആദ്യ വ്യക്തികളിൽ ഒരാളാണ് പ്രശസ്ത നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി. മഹേന്ദ്ര സിംഗ് ധോണി ക്രിക്കറ്റും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം കെ വിശ്വനാഥ്. കെ വിശ്വനാഥിന്റെ പുസ്തകമാണ് മഹേന്ദ്ര സിംഗ് ധോണി ക്രിക്കറ്റും ജീവിതവും. ഉണ്ണിമായയുടെ കഥ എന്ന നോവൽ ആരുടേതാണ്? ഉത്തരം സാറ തോമസ്. സാറ തോമസിന്റെ ഒരു നോവലാണ് ഉണ്ണിമായയുടെ കഥ. ജലഭ്രമങ്ങളിൽ ഞാൻ ആരുടെ നോവലാണ്? ഉത്തരം ഡോക്ടർ എം.എ. സിദ്ദീഖ്. ഡോക്ടർ എം.എ. സിദ്ദീഖിന്റെ നോവലാണ് ജലഭ്രമങ്ങളിലെ ഞാൻ. ആദിവാസികളെ കുറിച്ച് കേരളത്തിലെ ഒരു ആദിവാസി എഴുതിയ ആദ്യ നോവൽ എന്ന ബഹുമതി ഏത് നോവലിനാണ്? ഉത്തരം നാരായൺ രചിച്ച കൊച്ചരയത്തി. ആദിവാസികളെ കുറിച്ച് കേരളത്തിലെ ഒരു ആദിവാസി എഴുതിയ ആദ്യ നോവലാണ് കൊച്ചരത്തി. നാരായൺ ആണ് ഇത് രചിച്ചത്. 1938 നൊബേൽ സമ്മാനത്തിന് പേളസ് ബക്കിനെ അർഹനാക്കിയ കൃതി ഏതാണ്? ഉത്തരം ദി ഗുഡ് എർത്ത്. ദി ഗുഡ് എർത്ത് എന്ന കൃതിക്കാണ് 1938 പേളസ് ബക്കിനെ നൊബേൽ സമ്മാനത്തിന് അർഹനാക്കിയ കൃതി. വലിയ കുട്ടി കവിതകൾ എന്ന കൃതി എഴുതിയ പ്രശസ്ത കവി? ഉത്തരം കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി മാഷാണ് വലിയ കുട്ടി കവിതകൾ എഴുതിയത്. കേരള സംഗീതം ആരുടെ കൃതിയാണ്? ഉത്തരം മാലി മാധവൻ നായർ. മാലി മാധവൻ നായരുടെ കൃതിയാണ് കേരള സംഗീതം. ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും എന്നീ പ്രശസ്ത നോവലുകൾ ആരുടേതാണ്? ഉത്തരം ഉറൂബ്. ഉറൂബിന്റെ നോവലുകളാണ് ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും എന്നിവയൊക്കെ. ഹൗസ് ഓഫ് അൺഡിവൈഡ്സ് എന്ന പേരിൽ ലീല റേ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരുടെ നോവലാണ്?
ഉത്തരം കാളിചരൺ പാണിഗ്രാഹിയുടെ മാടി രമണിഷ. അഷിതയുടെ ഏത് നോവലാണ് നിഷ്കളങ്കമായ ബാല്യത്തിന്റെ സ്നേഹപ്പച്ചപ്പിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഉത്തരം മയിൽപ്പീലി സ്പർശം. മയിൽപ്പീലി സ്പർശം എന്ന നോവലിന്റെ രചയിതാവാണ് അഷിത. മുറ്റമടിക്കുമ്പോൾ എന്ന കവിത ആരുടേതാണ്? ഉത്തരം അനിതാ തമ്പി. അനിതാ തമ്പിയുടെ കവിതയാണ് മുറ്റമടിക്കുമ്പോൾ. ദശപുഷ്പം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഉത്തരം പി നാരായണക്കുറുപ്പ്. ദശപുഷ്പം എന്ന കവിതാ സമാഹാരം പി നാരായണക്കുറുപ്പാണ് എഴുതിയത്. വെളുത്ത കടലാസോട് കറുത്ത മഷി ചേരവേ പാരിടത്തിന് വന്നല്ലോ പാകതയും സമസ്തവും. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം ഉള്ളൂർ. ഉള്ളൂരിന്റെ ഒരു പ്രസിദ്ധമായ വരികളാണ് വെളുത്ത കടലാസോട് കറുത്ത മഷി ചേരവേ പാരിടത്തിന് വന്നല്ലോ പാകതയും സമസ്തവും. വിണ്ണിലേക്കെന്നെ വിളിക്കേണ്ട ഞാനുമേ മണ്ണിൽ കിടന്നു കഴിഞ്ഞുകൊള്ളാം, ചെന്തേ കടലിൽ ലോകമെരിയുമ്പോൾ ഹന്താസുഖം എനിക്കെന്തിനായി. ഈ വരികളുടെ രചയിതാവ് ആരാണ്? ഉത്തരം എം പി അപ്പൻ. എം പി അപ്പന്റെ പ്രസിദ്ധമായ വരികളാണ് വിണ്ണിലേക്കെന്നെ വിളിക്കേണ്ട ഞാനുമേ മണ്ണിൽ കിടന്നു കഴിഞ്ഞുകൊള്ളാം, ചെന്തേ കടലിലെ ലോകമെരിയുമ്പോൾ ഹന്താസുഖം എനിക്കെന്തിനായി. ആരുടെ കവിതാ സമാഹാരമാണ് യുദ്ധത്തിന്റെ ചിഹ്നം? ഉത്തരം എ അയ്യപ്പൻ. എ അയ്യപ്പന്റെ കവിതാ സമാഹാരമാണ് യുദ്ധത്തിന്റെ ചിഹ്നം. കാഴ്ച ആരുടെ കഥയാണ്? ഉത്തരം എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായർ എഴുതിയ ഒരു കഥയാണ് കാഴ്ച. പൈങ്കിളി കഥകൾ എന്നറിയപ്പെടുന്ന ജനകീയ സാഹിത്യ ശാഖയ്ക്ക് ആരംഭം കുറിച്ച നോവൽ? ഉത്തരം മുട്ടത്ത് വർക്കിയുടെ പാടാത്ത പൈങ്കിളി. പാടാത്ത പൈങ്കിളി രചിച്ചത് മുട്ടത്ത് വർക്കിയാണ്. കുമ്പളങ്ങിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന മുൻ കേന്ദ്രമന്ത്രി ആരാണ്? ഉത്തരം കെ വി തോമസ്. കുമ്പളങ്ങിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന മുൻ കേന്ദ്രമന്ത്രിയാണ് കെ വി തോമസ്. കുഞ്ഞു പൂജ്യയും കൂട്ടുകാരും എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് ആരാണ്? ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ്. കുഞ്ഞു പൂജ്യയും കൂട്ടുകാരും എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് പ്രൊഫസർ എസ് ശിവദാസ്. തന്ത്രനിഘണ്ടു ആരുടെ കൃതിയാണ്? ഉത്തരം സുധീഷ് നമ്പൂതിരി. സുധീഷ് നമ്പൂതിരിയുടെ ഒരു കൃതിയാണ് തന്ത്രനിഘണ്ടു. ബംബം ഹരഹര ബംബം ബോൽ എന്ന യാത്രാവിവരണം എഴുതിയത് ആരാണ്? ഉത്തരം സക്കറിയ. സക്കറിയയുടെ യാത്രാവിവരണമാണ് ബംബം ഹരഹര ബംബം ബോൽ. സി പി പള്ളിപ്പുറത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ബാലസാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി? ഉത്തരം ഒരിടത്തൊരു കുഞ്ഞുണ്ണി. സി പി പള്ളിപ്പുറത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ബാലസാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ഒരിടത്തൊരു കുഞ്ഞുണ്ണി. സോപാനത്തിനുപയോഗിക്കുന്ന ഘനസംഘത്തിന്റെ കർത്താവ്? ഉത്തരം പൂന്താനം. പൂന്താനമാണ് സോപാനത്തിനുപയോഗിക്കുന്ന ഘനസംഘത്തിന്റെ കർത്താവ്. തിരനോട്ടം ആരുടെ ആത്മകഥയാണ്? ഉത്തരം കലാമണ്ഡലം രാമൻകുട്ടി നായർ. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയാണ് തിരനോട്ടം. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. ചിദംബര സ്മരണ ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ഉത്തരം ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ചിദംബര സ്മരണ. ഒരു പ്രശസ്ത സിനിമാ താരത്തിന്റെ ആത്മകഥയാണ് ചിരിക്ക് പിന്നിൽ. ആരാണ് അദ്ദേഹം? ഉത്തരം ഇന്നസെന്റ്. ഇന്നസെന്റിന്റെ ആത്മകഥയാണ് ചിരിക്ക് പിന്നിൽ. കഥ ബാക്കി ആരുടെ കൃതിയാണ്? ഉത്തരം പ്രിയ എസ്. പ്രിയ എസിന്റെ കൃതിയാണ് കഥ ബാക്കി. മാലിനി തിയേറ്റേഴ്സ് ആരുടെ കഥാ സമാഹാരമാണ്? ഉത്തരം കെ രേഖ. കെ രേഖയുടെ കഥാസമാഹാരമാണ് മാലിനി തിയേറ്റേഴ്സ്. സാമൂഹ്യ പരിഷ്കർത്താവായ വി ടി ഭട്ടതിരിപ്പാടിന്റെ ജന്മദേശം? ഉത്തരം പാലക്കാട് ജില്ലയിലെ മേഴാത്തൂർ. പാലക്കാട് ജില്ലയിലെ മേഴാത്തൂരാണ് സാമൂഹ്യ പരിഷ്കർത്താവായ വി ടി ഭട്ടതിരിപ്പാടിന്റെ ജന്മദേശം. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ ആത്മകഥ? ഉത്തരം എ ജേണി. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ ആത്മകഥയാണ് എ ജേണി. കണ്ണുകൊണ്ടിന്ന് ഞാൻ കേൾക്കുന്നു നിൻമണം, നിർണയം നാവിനാൽ കാണുന്നു നിൻ സ്വരം, സ്പർശിച്ച് നിൻ സ്വാദ് കാതിനാൽ തന്നെ നീ
കയ്യാൽ ചെകിട്ടത്ത് മാം കടാക്ഷിക്കലോ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം സഞ്ജയൻ. ജാപ്പാണം പുകയില ആരുടെ കഥാസമാഹാരമാണ്? ഉത്തരം കാക്കനാടൻ. കാക്കനാടന്റെ കഥാസമാഹാരമാണ് ജാപ്പാണം പുകയില.